മലപ്പുറം വേങ്ങര റോഡിൽ വൻ മണ്ണിടിച്ചിൽ. കല്ലും മണ്ണും റോഡിലേക്ക് കുത്തിയൊലിച്ചെത്തി. ആളുകൾ ഓടിമാറിയതിനാൽ വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് 200 മീറ്റർ അകലെ സംസ്ഥാന പാതയിലാണ് മണ്ണിടിഞ്ഞത്. അടുക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി നൌഫൽ കടക്കാടൻ എന്നയാളുടെ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനത്തിനായി മണ്ണെടുത്തതാണ് അപകടത്തിന് കാരണം. സമീപത്തെ വീടുകൾക്ക് സമീപവും മണ്ണിടിച്ചിലുണ്ടായി. സ്കൂളും ഹോസ്റ്റലും അടക്കം പ്രവർത്തിക്കുന്ന പ്രദേശത്തെ മുഴുവൻ ആളുകളെയും അവിടെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ റോഡിലേക്ക് മണ്ണ് വരുന്നത് കണ്ടിട്ടാണ് നമ്മളിത് നോക്കി വെച്ചത്. അപ്പോൾ ഇത് അവർ ആൾക്കാർ ശ്രദ്ധിച്ചോട്ടെ, ജനങ്ങൾ എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് തുടക്കം വെച്ചത്. ഫുൾ ലൈവായിട്ട് വിട്ടതും അതേപോലെ എല്ലാവരോടും ഇൻഫർമേഷൻ കൊടുത്തതാണ്. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കരുതൽ ചെയ്യായിരുന്നു. അവർ 4 ഷീറ്റ് വെച്ചിട്ട് മറച്ചിട്ടാണ് അവിടെ മാന്തിയിട്ടുള്ളത്. ഇന്നലെ തൊട്ട് ഞങ്ങൾ ശരിക്കും നല്ലൊരു വീഡിയോ എടുത്ത് അതിൻ്റെ വീഡിയോ വിഷ്വല് ഇൻഫർമേഷൻ കൊടുത്തിട്ടിരുന്നു, കറക്റ്റ് കൊടുത്തിട്ടിരുന്നു. ഒരു 2 കൊല്ലം മുന്നേ ഇവിടെ ഇടിഞ്ഞതാണ് ഈ ഭാഗം. ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മണ്ണെടുക്കുന്നുണ്ട്, ഇവിടെ മണ്ണെടുക്കുന്നുണ്ട്. അതിന് അനുമതി ആരാ കൊടുത്തത്? ഇവിടെ തന്നെ നോക്കിയാൽ കാണാമല്ലോ. എന്നിട്ട് അതിൻ്റെ താഴെയാണ് ഈ മണ്ണെടുക്കുന്നത്. അതിനൊക്കെ അനുമതി ആരാ കൊടുക്കുന്നത്? അത് ആരാണ്? ഇവരെ അറിയാതെ ഏതായാലും ഇത് എടുക്കൂലല്ലോ. അത് റോഡ് സൈഡ് ഡയറക്റ്റ് ഞാൻ കണ്ടതാണ്. നേരെ ഇടിഞ്ഞിട്ട് നേരെ ആ സൈഡ് പോയി നോക്കിയായിരുന്നു. നേരെ പോയേക്കാണ് ഈ വെള്ളം മൊത്തം ചെല്ലണത്. ഇപ്പോൾ സ്ഥലത്ത് മഴ പെയ്യുകയാണ്. വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന ആശങ്കയുയരുന്നു. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, രാവിലത്തെ മഴയിലാണ് ഈ വലിയ മണ്ണിടിച്ചിലിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ വീണ്ടും അവിടെ മഴ ശക്തമാവുകയാണ്. എന്താണ് ഇപ്പോൾ ഒരു ആശങ്ക? ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കാനായോ? ആളുകളെ പൂർണ്ണമായിട്ടും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്മൃതി, അല്പസമയം മുമ്പ് കനത്ത മഴ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് ചെറിയ ശമനമുണ്ട്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആളുകളെ പൂർണ്ണമായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവം നടന്ന സ്ഥലത്തോട്ട് ഒരാളുകളെയും കടത്തിവിടുന്നില്ല. അല്പസമയം മുമ്പ് ADM അടങ്ങുന്ന മണ്ണ് പരിശോധനാ സംഘം അടങ്ങുന്ന ആളുകൾ അവിടെ പരിശോധന നടത്തിയിരുന്നു. തീർത്തും അശാസ്ത്രീയമായുള്ള നിർമ്മാണമാണ് ഇവിടെ നടന്നതെന്ന് നഗരസഭ അടിവരയിടുന്നു. ജിയോളജി വകുപ്പും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കനത്ത മഴ വീണ്ടും പെയ്യുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. NDRF സംഘം അവിടെ പരിശോധന നടത്തി. ഇനി മണ്ണിടിച്ചിൽ സാധ്യതയില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിലും അവിടെ വലിയ അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 8:47 കൂടി ആദ്യം മണ്ണിടിച്ചിലുണ്ടാകുന്നു. 9:28 കൂടിയാണ് അതിഭീകരമായിട്ടുള്ള നമ്മുടെ ഉണ്ണിത്തൂർ പകർത്തിയ ദൃശ്യങ്ങൾ ആ മണ്ണിടിച്ചിലുണ്ടാക്കുന്നത്. സമാനമായ രീതിയിൽ സമീപത്തെ വീടുകളിലേക്ക് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. ചെളി വെള്ളം ഒലിച്ചിറങ്ങുന്ന സാഹചര്യമുണ്ട്. വലിയ അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. മഴയ്ക്ക് ചെറിയ ശമനം ഈ മേഖലയെ സംബന്ധിച്ചിട്ടുണ്ട്. ഈ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ജിയോളജി വകുപ്പും നഗരസഭയും കൊടുത്ത അനുമതി മറികടന്നുകൊണ്ടാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതായി തന്നെയാണ് രേഖകൾ തെളിയിക്കുന്നത്. ഇക്കാര്യത്തിൽ നഗരസഭയുൾപ്പെടെ നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന ഉടമയുടെ ലൈസൻസും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. മുബഷീർ പി അക്ബറാണ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും വിശദാംശങ്ങളും നൽകിയത്.